ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്ധ്യയുടെ വന്ദനം. Good evening. Everyone is gathered here. Bharat Boat Club, New York, BBC. നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ തികച്ചും കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇന്നത്തെ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാവരും അത് പാലിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ സന്ധ്യ നമുക്കിവിടെ തുടങ്ങുമ്പോൾ എൻ്റെ പ്രധാന കർമ്മം ഈ സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ മിസ്റ്റർ ജോൺ താമരവേലിൽ, അതോടൊപ്പം തന്നെ കോർഡിനേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതും പ്രസിഡൻ്റായ വിശാൽ വിജയൻ, ജോൺ കുസുമാലയം ആൻഡ് രാധാകൃഷ്ണൻ കുഞ്ഞുപിള്ളയും, തുടർന്നുള്ള ഈ രാത്രിയുടെ നടത്തിപ്പിന്, അതായത് കാര്യപരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ ഈ സ്റ്റേജിലേക്ക് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പ്രിയ ജോൺ താമരവേലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. My name is John Thamarvelil and I am the one of the coordinator for today's beautiful BBC Family Night. അതിമനോഹരമായ ഈ സായാഹ്നത്തിൽ നമ്മളുടെ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. അതെ, അതുതന്നെയാണ് ഭാരത് ബോട്ട് ക്ലബിൻ്റെ മഹത്വം. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അമേരിക്കൻ നാഷണൽ ആന്തം ആലപിക്കുവാനായി മിസ്റ്റർ രോഹിത് രാധാകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. This time I would like to request all, please stand up for the national anthem. Oh, say can you see by the dawn's early light what so proudly we held at the twilight's last gleaming, whose broad stripes and bright stars through the perilous fight o'er the ramparts we watched were so gallantly streaming, and the rocket's red glare, the bumpers stinging there, gave proof through the night that our flag was still there. Oh, say does that star-spangled banner yet wave o'er the land of the free and the home of the brave. ദേശഭക്തി ഗാനവും പ്രാർത്ഥനാ ഗാനവുമായ വന്ദേ മാതരം ആലപിക്കുന്നതിനായി മിസ് ശില്പ രാധാകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം സുപ്രജോത്സ്ന പുലകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഇന്ന് ഈ ഭാരത് ബോട്ട് ക്ലബിൻ്റെ ഫാമിലി നൈറ്റിൽ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചില്ല എങ്കിൽ അതൊരു നന്ദികേട് തന്നെയാണ്. Let me welcome our secretary, Mr. Cheriyan Chakalapadikal, for the official welcome speech. ഏറ്റവും സ്നേഹം നിറഞ്ഞ
ഭാരത് ബോട്ട് ക്ലബിൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും ഈ വേദിയിൽ കാണുവാനായിട്ട് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ഒരാഘോഷമോ അല്ലെങ്കിൽ ഒരു ബോട്ട് റേസിനോ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ ജഗദീശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് ഇന്നിവിടെ കൂടി വരാനായിട്ട് ഈ സന്ധ്യയിൽ നമ്മളിവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഇവിടെ വിശിഷ്ടാതിഥികളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റിയിലെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ഈ വേദിയിൽ ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് അവരെ വെൽക്കം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ അഡ്വൈസറി ചെയർപേഴ്സൺ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രൊഫസർ ചെറുവേലി സാറിന് ഈ അവസരത്തിൽ ഈ മീറ്റിംഗിലേക്ക് ആർദ്രവമായ സ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ലബിൻ്റെ അത്താണി എന്ന് വേണേൽ പറയാം. കാര്യം ഏതവസരത്തിലും എന്താവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ എന്നും സഹായഹസ്തം നീട്ടി നമ്മളെ സഹായിക്കുന്ന വേറെ ആരുമല്ല നമ്മുടെ ജെയിൻ ജേക്കബിനെ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നിവിടെ 1-2 വിശിഷ്ട അതിഥികളുണ്ട്. നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സ് തന്നെയായ പ്രിയ പോൾ കറുകപ്പള്ളിയും അതുപോലെ തന്നെ ഫിലിപ്പോസും, ഫൊക്കാനയുടെ നാഷണൽ കോർഡിനേറ്ററായ പോൾ കറുകപ്പള്ളിക്കും അതുപോലെ തന്നെ ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാനായ ഫിലിപ്പോസിനെയും ഈ സന്ധ്യയിൽ ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കുട്ടനാടുകാരുടെ അഭിമാനമാണെന്ന് പറയാം. നിങ്ങൾക്കൊക്കെയും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ആളിനെ നേരിൽ കണ്ടിട്ടുമുണ്ട്. ഇന്ന് അടുത്ത് കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വേറെ ആരുമല്ല, രാജു വരിക്കുളം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന പ്രിയ രാജാനെ ഈ അവസരത്തിൽ ഞങ്ങൾ ആർദ്രവുമായിട്ട് ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലബിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ട്രസ്റ്റിയിലെ മറ്റുള്ള മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ, ഇവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു ക്ലബ്ബ് നടത്തിക്കൊണ്ട് പോകുവാൻ നമുക്കൊരു ലീഡർ വേണം. അതാണ് നമ്മുടെ പ്രസിഡന്റ്, വേറെ ആരുമല്ല, വിശാൽ വിജയൻ. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഒരു പ്രസിഡന്റ് ആയാലും ഇച്ചിരി പ്രായവും പക്വതയൊക്കെ വേണമെന്നല്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പമാണ്. അപ്പം തുഴക്കാരെ കൊണ്ടുവരാമെന്നുള്ള വാഗ്ദാനം നൽകി നമ്മുടെ പ്രിയ വിശാൽ വിജയൻ ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈച്ച് ആൻഡ് എവരി ഫാമിലി, നിങ്ങളെല്ലാവരെയും വളരെ ത്യാഗം സഹിച്ചാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും ആയിട്ട് പേരെടുത്ത് ഞാൻ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിൻവലിക്കുന്നു. അടുത്തതായി ഈ ബോട്ട് ക്ലബിൻ്റെ അമരത്ത് നിന്ന് ചുക്കാൻ പിടിക്കുന്ന പ്രസിഡന്റ്, ഒരു വാക്ക് എവിടെയോ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫുൾ കയ്യടിയായി. അതാണ് ഞങ്ങളുടെ പ്രസിഡന്റ് മിസ്റ്റർ വിശാൽ വിജയൻ. ചുറുചുറുക്കോടെ, കൃത്യനിഷ്ഠയോടെ, ഉത്തരവാദിത്വത്തോടു കൂടി ഈ ക്ലബിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ബഹുമാന്യനായ പ്രസിഡന്റ് മിസ്റ്റർ വിശാൽ വിജയനെ പ്രസിഡൻഷ്യൽ റിമാർക്കിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നമ്മുടെ BBC മെമ്പേഴ്സും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും, മെയിൻലി എടുത്തു പറയേണ്ടത് നമ്മുടെ ക്ലബിനെ കുറേ നാളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സ്റ്റാർട്ട് തൊട്ട് കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സും ഫാമിലീസും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഫാമിലിനായിട്ട് വേണ്ടി നമസ്കാരം.
പിന്നെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് വലിയ നമ്മൾ ബോട്ട് റേസസ് ഒന്നും നടന്നിട്ടില്ല. ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ബട്ട് ഈ ഒരു അവസരം പിന്നെ നമുക്കിവിടെ ഫാമിലിനായിട്ട് കൂടാൻ പറ്റുന്ന അതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. കാരണം 2 വർഷമായിട്ട് നമുക്ക് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അറ്റ്ലീസ്റ്റ് അടുത്ത വർഷമെങ്കിലും നമ്മളുടെ ക്ലബിന് ഏറെ ബോട്ട് റേസസിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. പിന്നെ ഈ 2 വർഷം പ്രസിഡൻ്റായിട്ട് നമ്മൾ ഈ ക്ലബിന് സേവനമനുഷ്ഠിക്കാൻ എന്നെ സഹായിച്ചു ഒരുപാട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തത് എടുത്തു പറയേണ്ടത് നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓരോരുത്തരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള എല്ലാവരും അതായ സമയത്ത് അതിൻ്റെ അഡ്വൈസും തന്നു. അതിനെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. അതുകൂടാതെ നമ്മളുടെ ജോസഫ് സാറ് എപ്പോഴും എപ്പോൾ വിളിച്ചാലും ഭയങ്കര സന്തോഷമാണ് വിളിക്കുക. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ പിന്നെ സാറിനോട് സംസാരിക്കാനും. പിന്നെ എടുത്തു എന്ന് പറയുന്നത് കാരണം 2 വർഷം മുന്നേ നമ്മളെല്ലാവരും സാറിനെ പോയി കണ്ടായിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സാറിനെ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ കാണാൻ പറ്റിയ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ കൂടെ നിൽക്കുന്നതാണ് സാർ. അപ്പം അതൊന്നും എടുത്ത് പറയുന്നു. എനിവേ ഞാൻ നമ്മൾ പ്രസംഗം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഓൾറെഡി ലേറ്റായി. പിന്നെ നമുക്ക് ഒരുപാട് കലാപരിപാടികളുണ്ട്. അപ്പോൾ വീണ്ടും എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ വന്നു ചേർന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഹോപ്പ് യു ഹാവ് എ ഗുഡ് ഈവനിങ്. അടുത്ത പരിപാടി നമ്മൾ ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് ആണ്. അപ്പോൾ അതിന് നമ്മുടെ ഓഫീസ് ബെയറേഴ്സിനോട് എല്ലാവരോടും ഞാൻ ഈ വേദിയിലോട്ട് കടന്നു വരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വൈസ് പ്രസിഡന്റ് രാജേഷ് ഗോപിനാഥ്, സെക്രട്ടറി ചെറിയാൻ ചക്കാലപ്പടിക്കൽ, നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ജോൺ കെ ജോർജ്, നമ്മുടെ ട്രഷറർ വിശ്വനാഥൻ കുഞ്ഞുപിള്ളി, ക്യാപ്റ്റൻ ചെറിയാൻ വി കോശി, വൈസ് ക്യാപ്റ്റൻ എബിൻ തോമസ്, നമ്മുടെ ടീം മാനേജർ രാധാകൃഷ്ണൻ കുഞ്ഞുപിള്ളി, ബോർഡ് ഓഫ് ട്രസ്റ്റി ജോൺ താമരവേൽ, നമ്മളുടെ മീഡിയ കോർഡിനേറ്റർ മിസ്റ്റർ കൃഷ്ണരാജ് മോഹൻ, അദ്ദേഹം നമ്മുടെ സാറിനോട് ജോസഫ് സാറും നമ്മളുടെ പേട്രൻ ജെയിൻ ജേക്കബ് സാറിനോടും വേദിയിലോട്ട്. ഭാരത് ബോട്ട് ക്ലബിൻ്റെ ഈ വർഷത്തെ ഈ കുടുംബ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വിശാൽ വിജയൻ, അടുത്തായിട്ട് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർപേഴ്സൺ മിസ്റ്റർ ജോൺ താമരവേലും, അടുത്തതായിട്ട് ഈ ക്ലബിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർപേഴ്സണും ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഈ ക്ലബിൻ്റെ എല്ലാമെല്ലാമായ ബഹുമാന്യനായ ആദരണീയനായ പ്രൊഫസർ ചെറുവേലി സാറിന് ചൊല്ലി. അടുത്തായിട്ട് ഈ ക്ലബിൻ്റെ രക്ഷാധികാരിയും ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഗ്രാൻഡ് സ്പോൺസറുമായ ശ്രീ ജെയിൻ ജേക്കബ് അവർ പ്ലീസ്. അടുത്തായിട്ട് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ ചെറിയാൻ ചക്കാലപ്പടി. അടുത്തതായിട്ട് ക്ലബിൻ്റെ ട്രഷറർ ശ്രീ വിശ്വനാഥൻ കുഞ്ഞുപിള്ളി. അടുത്തായിട്ട് നമ്മുടെ ടീം മാനേജറും ക്യാപ്റ്റനെയും ഒരുപോലെ കണക്ക് എത്തിക്കാൻ ക്ഷണിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർപേഴ്സൺ മിസ്റ്റർ ജോൺ താമരവേലിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ഗാന്ധി ജയന്തി ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം അനുഗ്രഹീതമായ ഈ നല്ല ഫാമിലി നൈറ്റ് അനുഗ്രഹമായി തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് BBC കുടുംബ കൂട്ടായ്മയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റ് ചെയർ അലങ്കരിക്കുവാനായി കിട്ടിയ അവസരത്തിന് ആദ്യമായി ജഗദീശ്വരനോട് നന്ദി അർപ്പിക്കട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ
കഴിഞ്ഞ 2 വർഷക്കാലമായി നമുക്ക് ഒരു ആക്ടിവിറ്റീസും നടത്തുവാനായിട്ട് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. എങ്കിലും ഇതിലെ എല്ലാ അംഗങ്ങളും തമ്മിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവർ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല, നമ്മൾ ഓൾറെഡി ഹാഫ് ആൻ അവർ ലേറ്റാണ്. വിശുദ്ധ ബൈബിളിലെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിക്കൊള്ളാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാകുന്നു. At this time, I would like to welcome our Board of Trustee Advisory Chairperson, Professor Joseph Cheruvelil, for your valuable message. So my advice to all of you young people is, do not get old. Don't ask me how, but don't. When I started my life in New York, I walked one day from Battery Park at the bottom of Manhattan to Inwood Park at the top of Manhattan, about 13 miles in half a day, not alone, with some friends. And I once walked on George Washington Bridge from the Manhattan side to the New Jersey side, again with some friends. I don't know how many of you have tried it. You get a panoramic view of the Hudson and the Palisades. And when I started my teaching in Brooklyn, I walked on Brooklyn Bridge several times. But now, 10 feet, I need a cane. That's what life does to you and to me. But I don't regret having to use a cane. Better to be able to walk than fall down and stumble. Today is a very beautiful evening for all of us. We call it a family night. We are a small club, but we are like a family. We have sometimes differences of opinion, but we cling together, love and cherish each other, and that is our strength. I hope that togetherness and the sense of family will always inspire us and hold us together. There are many things in life we take for granted. There are people who worked hard for this evening, made phone calls, gave their time and themselves. So first, I thank the office bearers of our club for taking the initiative, organizing this evening and bringing us together. Thanks a lot. Today is Gandhi Jayanti. We saw a little clip there. I want to say a few things about the great Mahatma. But before I do that, I want to mention also some other great men and women who gave their entire life for India. I will begin with Pandit Jawaharlal Nehru. Gandhiji was the father of our nation, but it was Pandit Nehru who fathered Indian democracy, democratic institutions. So many countries which became free at the time India became free fell to dictatorship, deteriorated. But all of us must be proud that the largest country in the world, India, with so many religions, caste, creed, language, food habits, you name it, we have held free and open elections for the last many years
ever since we became free. And the credit to a great extent goes to Pandit Jawaharlal Nehru. എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ആദരണീയനായ മിസ്റ്റർ ജെയിൻ ജേക്കബ് CPA ബഹുമാനപൂർവ്വം പ്രൊഫസർ ജോസഫ് ചെറുവേലി സാറിന് പൊന്നാടയിട്ട് ആദരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം പ്രസിഡന്റും സ്റ്റേജിലേക്ക് കടന്നു വരിക. അടുത്തതായിട്ട് ക്ഷമിക്കണം, നമുക്ക് ഒരിക്കലും പിടികിട്ടാത്തൊരു വ്യക്തിക്ക് ഒരു പൊന്നാടയിട്ട് ആദരിക്കേണ്ട കടമയുണ്ട്. അതിനുവേണ്ടി ഈ ബോട്ട് ക്ലബിൻ്റെ ടീം മാനേജർ മിസ്റ്റർ രാധാകൃഷ്ണൻ കുഞ്ഞുപിള്ളയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ടീം ക്യാപ്റ്റൻ മിസ്റ്റർ കോശി ചെറിയാൻ. ഈ പൊന്നാട മറ്റാർക്കുമല്ല, ഞങ്ങളുടെ ജെയിൻ ജേക്കബിനാണ്. താങ്ക് യു. മിസ് ദിവ്യ വിശ്വനാഥനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഞാൻ ഈ സ്റ്റേജ് വിട്ടുകൊടുക്കുകയാണ്. ഇതിനുശേഷം മിസ്റ്റർ രാധാകൃഷ്ണൻ കുഞ്ഞുപിള്ള കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാണ്. രാധാകൃഷ്ണൻ കുഞ്ഞുപിള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തി തരുന്നതാണ്. Namaste all. I wanted to take this opportunity to introduce you to a very important member of our community, Ms. Nabila McLeod. Nabila is running for Clarkstown Judge in the November election, and I'm very sure that she would much appreciate all of your support. So please welcome Ms. Nabila McLeod. Thank you so very much for inviting me. I want to thank Divya and her family. I was out today meeting all the voters, and I met Divya, and her family was kind enough to invite me today. I'm here with my dad today. I want to thank the Bharat Boat Club for inviting me and letting me come here. It's very difficult and intimidating for me to come after what a wonderful speech you gave about Mahatma Ji. And thank you very much again for your wonderful words. So congratulations, everyone. I won't take up too much of your time. I just want to introduce myself. My name is Nabila McLeod. I live in Clarkstown. My family has been here for over 20 years. I live in New City with my husband and my 2 daughters. I work at the District Attorney's Office here in Rockland. I've been there for 15 years. I am an attorney. I'm an Executive Assistant District Attorney there. And at this time, I decided that I want to try and run for Clarkstown Justice. There has never been a female judge in Clarkstown in over 250 years. There has never been a South Asian candidate ever for Clarkstown Justice. And look around. We represent so much of this community. We do the work, we pay taxes, but we have no voice in Clarkstown and in Rockland. So my hope is for my daughters, for my 2 daughters, Maya and Mina, that they will look at me and they will hopefully, their friends will look at me and know that it is normal for someone who looks like us to be running for public office. So Clarkstown is New City, Nanuet, Bardonia, Congers, and Valley Cottage. If you live in those areas, it doesn't matter if you're registered in any party, you can vote for me November 2nd. So please come out and vote for me. I really appreciate your time. Thank you very much. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സത്യത്തിലൂടെയും അഹിംസയിലൂടെയും നമ്മുടെ ദേശത്തെ ലക്ഷ്യത്തിലേക്ക് നയിച്ച മഹാത്മാവിൻ്റെ അനശ്വരമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഭാരത് ബോട്ട് ക്ലബിൻ്റെ ഇന്നത്തെ ഈ കുടുംബസംഗമത്തിൻ്റെ 2ാം പകുതിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പരിപാടികളുടെ ഒരു സദ്യ തന്നെ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വിരുന്നാണ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 വർഷമായി കാണും എല്ലാവരും ഇതുപോലെ ഒത്തുകൂടിയിട്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണുവാനായിട്ട് അവസരം ഒരുക്കി തന്ന സർവേശ്വരനോട് നമുക്ക് നന്ദി അറിയിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ആദ്യത്തെ ദിനമായി ഒരു ഡിവോഷൻ സോങ്ങാണ്. അതിനുവേണ്ടി കുമാരി നയന സുജിത്തിനെ ക്ഷണിക്കും. ഹരി ഹരി രാമനരമര ജൂഡഗു നിരതമു നീ നാമ സ്മരണയേ മരണു. ഹരി ഹരി രാമ
నన్నరమర చూడగు నిరతము నీ నామ స్మరణయే మరణు హరి హరి రామ నన్నరమర చూడగు నిరతము నీ నామ స్మరణయే మరణు హరి హరి రామ నన్నరమర చూడగు నిరతము నీ నామ స్మరణయే మరణు హరి హరి రామ నన్నరమర చూడగు దశరథ నందన దశముఖ మర్దన దశరథ నందన దశముఖ మర్దన పశుపతి రంజన పాప విమోచన దశరథ నందన దశముఖ మర్దన పశుపతి రంజన పాప విమోచన హరి హరి రామ నన్నరమర చూడగు నిరతము నీ నామ స్మరణయే మరణు హరి హరి రామ నన్నరమర చూడగు మణిమయ భూషణ మంజుళ భాషణ మణిమయ భూషణ మంజుళ భాషణ రణజయ భీషణ రఘుకుల పోషణ మణిమయ భూషణ మంజుళ భాషణ రణజయ భీషణ రఘుకుల పోషణ హరి హరి రామ నన్నరమర చూడగు నిరతము నీ నామ స్మరణయే మరణు హరి హరి రామ నన్నరమర చూడగు పతిత పవన నామ భద్రచైలాదామ పతిత పవన నామ భద్రచైలాదామ సతతము శ్రీరామ దాసుడనేలు పతిత పవన నామ భద్రచైలాదామ సతతము శ్రీరామ దాసుడనేలు హరి హరి రామ నన్నరమర చూడగు నిరతము నీ నామ స్మరణయే మరణు హరి హరి రామ నన్నరమర చూడగు థ్యాంక్ యూ. അടുത്തായിട്ട് ഒരു സൂപ്പർ പെർഫോമൻസ് ആയിട്ട് എത്തുന്നത് ഒരു ഫ്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ അത് ലീഡ് ചെയ്യുന്നത് മിസ്റ്റർ പ്രഭാഹരി ആൻഡ് മിസ്റ്റർ വിനു. Da
dim da 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 jum nam da 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 jum ta ta dim dum nam da 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 da
ना जाओ जी मन प्रीत कराओ जी अल्लाह क्यों तरसावे हो मन सकल दिखाओ जी अरे चले उन पंगा जी मैं कह लगी अरे ये बड़े मजाकी दोस्तनी चंदा में थारी चांदनी बल दामन में बाती गुज़ी झम 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 हमारे की बड़े मजाकी दोस्तनी चंदा में थारी चांदनी बल दामन में बाती गुज़ी झम 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 जाओ जी मन प्रीत कराओ जी बड़ा क्यों तरसावे हो मन सकल दिखाओ जी हर दौरान सब जानू मैं चौधरी ऐसे मन बंदा जी मैं क्या लगे हमारे निकले बचा दे चौधरी चंदा में थारी चांदनी पर दामन में बांधे तुझे ഒരു ഡ്യുവറ്റ് സോങ് ആണ്. അതിന് പ്രത്യേകതയുണ്ട്. ഡാഡിയും മകളും കൂടി ചേർന്നാണ് ആ പാട്ട് പാടുന്നത്. പ്ലീസ് കം സുജിത് കുമാർ ആൻഡ് കീർത്തന സുജിത്. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക കുളിരാവിൽ ഞാൻ അരികിൽ വരാം പറയൂ നീ മൃദുലേ നീ എന്തു പകരം തരും ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക കണ്ണിൽ വിളക്കും വച്ച് രാത്രി എന്നെയും കാത്തിരിക്കേ തെക്ക് തൊടിക്കരയിൽ കാലൊച്ച തിരിച്ചറിഞ്ഞോ അരികിൽ വന്നെന്നെ എതിരേറ്റു നീ എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തളി ചുണ്ടത്ത് മുത്തം തരും ഒരു കൃഷ്ണ തുളസി പുതുള്ളി ഓടിത്തുമ്പിൽ ചാർത്തി തരും ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചമ്പഴുക്ക
വച്ചേ എന്റെ വെറ്റില താമ്പാലത്തിൽ ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക. Okay, please come Kashi and Keshu. ഡാൻസുമായിട്ട് എത്തുന്നു കുമാരി സത്യ രഘുനാഥ്.
ഡാൻസ് ആണ്. കുമാരി ദേവി കൃഷ്ണ രാജേഷ്. ഗജവദന വേണുവേ ഗജവദന വേണുവേ ഗജവദന വേണുവേ ഗജവദന വേണുവേ ഗൗരീ തനയ ഗജവദന വേണുവേ ഗൗരീ തനയ ത്രിജഗവന്ദിതനേ സുജന പോരെ വനേ ത്രിജഗവന്ദിതനേ സുജന പോരെ വനേ ഗജവദന വേണുവേ ഗൗരീ തനയ ത്രിജഗവന്ദിതനേ സുജന പോരെ വനേ ഗജവദന വേണുവേ പാശാങ്കുശധര പരമ പവിത്ര പാശാങ്കുശധര പരമ പവിത്ര മൂഷിക വാഹന മുനിജന പ്രേಮ ಮೂಷಿಕ ವಾಹನ ಮುನಿಜನ ಪ್ರೇಮ ಪಾಶಾಂಕುಶಧರ ಪರಮ ಪವಿತ್ರ ಮೂಷಿಕ ವಾಹನ ಮುನಿಜನ ಪ್ರೇಮ ಗಜವದನ ಬೇಡುವೆ ಮೋದದಿ ನಿನ್ನಯ ಪಾದವ ತೋರೋ ಮೋದದಿ ನಿನ್ನಯ ಪಾದವ ತೋರೋ ಸಾಧು ವಂದಿತಲೇ ಆದರದಿಂದಲೇ ಮೋದದಿ ನಿನ್ನಯ ಪಾದವ ತೋರೋ ಸಾಧು ವಂದಿತಲೇ ಆದರದಿಂದಲೇ ಸರಸಿಜನಾಭ ಶ್ರೀ ಪುರಂದರ ವಿಠಲನ ಸರಸಿಜನಾಭ ಶ್ರೀ ಪುರಂದರ ವಿಠಲನ ನಿರತ ನೆನೆಯುವಂತೆ ವರದಯ ಮಾಡೋ ಗಜವದನ ಬೇಡುವೆ ಸರಸಿಜನಾಭ ಶ್ರೀ ಪುರಂದರ ವಿಠಲನ ನಿರತ ನೆನೆಯುವಂತೆ ನೀದಯ ಮಾಡೋ ಗಜವದನ ಬೇಡುವೆ ಗೌರೀ ತನಯ ತ್ರಿಜಗವಂದಿತನೇ ಸುಜನರ ಕೋರೆ ಬನೆ ಗಜವದನ ಬೇಡುವೆ ಗಜವದನ ಬೇಡುವೆ ಗಜವದನ ಬೇಡುವೆ ಬೇಡುವೆ ಬೇಡುವೆ. ഒരു പിയാനോ പ്ലേ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ്. ജെയ്സ് ജോൺ കുസുമലയം. I'm sorry because like I just knew this song. called the Macaroni Song. And yeah, I hope you guys enjoy it. So
I hope you guys enjoy.